അമ്മിഞ്ഞപ്പാലും ചുരത്തും പെണ്ണെന്ന് ചോദിച്ചു. ആരുണ്ട് കുഞ്ഞുങ്ങൾ ഏകം പാലോ ഞാൻ ആശിച്ചു. യാ അയ്യുഹന്നാസ് എന്ന വിശുദ്ധ ഖുർആന്റെ പൊരുൾ അറിഞ്ഞുകൊണ്ടുള്ള ഈ യാത്ര ഏറെ മനസ്സിനെ ത്രസിപ്പിക്കുന്നത്. സത്യത്തിൽ നമ്മളൊക്കെ ഇങ്ങനെ വർഗീയത കാര്യങ്ങളെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചുരുങ്ങിയ ചില വിഭാഗങ്ങളുടെ പരസ്യപ്പെടുത്തലുകളും പ്രലോഭനങ്ങളും ഒന്ന് മാത്രമാണ് ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് നമുക്കറിയാം. ചൂരൽമലയിലും വയനാട് പ്രദേശത്തും കൂട്ട ദുരന്തമുണ്ടായപ്പോൾ അങ്ങ് പത്തനംതിട്ടയിലുള്ള ഒരു അമുസ്ലിം സ്ത്രീ, ഹൈന്ദവ സ്ത്രീയാണ്, അവിടെ കുഞ്ഞുമക്കളുണ്ടോ അവർക്ക് മുലപ്പാൽ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ആ സംഭവം. ഒരു ഓട്ടോറിക്ഷയിൽ കയറി ആ സ്ത്രീ അവിടെ എത്തി. ആ പിഞ്ചുമക്കൾക്ക് മുലയൂട്ട് വീണു. ഈ വാർത്ത ആ സ്ത്രീ പറഞ്ഞതിന് വേറെ അർത്ഥം കൊടുത്തുകൊണ്ട് അതിനെ വൈകാരികമായ മറ്റു തലത്തിലേക്ക് എത്തിച്ച വർഗീയവാദികളും ഇല്ലാതായി. സമൂഹ മാധ്യമങ്ങളാണ് ഇത് ഏറ്റവും വലിയ പ്രചോദനം. കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്ന് വടകരയ്ക്കുള്ള ഒരു യാത്രയിൽ എൻ്റെ അടുത്ത് ഇരിക്കുന്നത് ഒരു ഹൈന്ദവനാണ്. വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്കുള്ള ചില മനസ്സിലുള്ള ചില കാര്യങ്ങളോട് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞത് ഇത്തരത്തിൽ വേറെ ഫോണ് കാണിച്ചതാണ്. അതിലുള്ള കുറേ വാർത്തകൾ മുഴുവൻ ഇത്തരത്തിൽ സമൂഹത്തിനെതിരെ എന്തൊക്കെ വിഷം ചീറ്റാനാകും അത്തരത്തിലുള്ള ചീറ്റലായിട്ടുണ്ട്. സ്നേഹവും അതുപോലെ തന്നെ അവരോടുള്ള കടപ്പാടുകളും കുറഞ്ഞു പോകുക. പേപ്പട്ടിയെ തച്ചുകൊല്ലും പോലെയുള്ള കൊലപാതകങ്ങളാണ് നടക്കുന്നത്. ഈ സമയത്ത് നമുക്ക് സുജാതയെ സംരക്ഷിച്ച കാട്ടാനയെ നമുക്ക് ഓർമ്മിക്കാം. അതിൻ്റെ അത്ര സ്നേഹവും ബഹുമാനവും ഇല്ലാതായിപ്പോയതും സമൂഹം എന്ന് പറയുകയാണ്. ഈ സന്ദേശത്തെ അനുബന്ധിച്ച് ഒരു അറബി കവിത ഞാൻ എഴുതിയിരുന്നു. അതിൻ്റെ മലയാളം 4 വരി നിങ്ങളെ കേൾക്കാം. അമ്മിഞ്ഞപ്പാലും ചുരത്തും പെണ്ണെന്ന് ചോദിച്ചു. ആരുണ്ട് കുഞ്ഞുങ്ങൾ ഏകം പാലോ ഞാൻ ആശിച്ചു. അമ്മിഞ്ഞപ്പാലും ചുരത്തും പെണ്ണെന്ന് ചോദിച്ചു. ആരാരോ കുഞ്ഞുങ്ങൾ ഏകം പാലോ ഞാൻ ആശിച്ചു. ഇമ്മാഹിയിലേറ്റം മാതൃകാ പൂത്ത പൂമരം ഇതിഹാസമായി നമ്മിൽ വീശും നാളില മർമരം. ഇമ്മ അമ്മയാണീ നാരി ഉള്ളു തേങ്ങി മൊഴിയുന്നു. അതിനെ ഹസിച്ചോരും മണ്ണിൽ ചീറ്റും വിഷമിന്ന്. ചുമ്മാതല്ലി പാറ പൊട്ടി ഒലിക്കുന്നു. ഇമ്മട്ടിൽ നാറും മനസ്സ് കൊണ്ടവ ഞെട്ടുന്നു. ഞെട്ടി നാമന്നാളിൽ ആനക്കൂട്ടങ്ങൾ കാവലായി. പെറ്റ കിളവിയും പൊട്ടിക്കേറുന്നു മുമ്പിലായി. കാട്ടല്ലേ കാട്ടാനെ പെട്ടുപോയി മുമ്പിൽ ഞാനിന്ന്. കണ്ടപ്പോൾ കാട്ടാന കണ്ണുനീരെന്നൊഴുക്കുന്നു. കേട്ടിടും വാർത്തകൾ എത്തും പാഠങ്ങൾ സുന്ദരം. കേളി മികന്തുള്ള കേരളം നന്മ പൂമരം. വിട്ടുകൊടുക്കില്ല പൊട്ടിക്കാനെത്തും ശക്തിക്ക്. വിദ്വശക്തി പന്തം കത്തിടൂകില്ല ലാശക്ക്. വിട്ടുകൊടുക്കൂല പൊട്ടി
ശക്തിക്ക് വിദ്വേഷത്തെ ബന്ധം കത്തിയിടൂകില്ല ലാസക്ക്. ഈ സന്ദേശം കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ